ഹായ് ഗായ്സ്, വന്നു ഞാൻ വീണ്ടും നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയൽ എന്താണെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ, മഴ തുടങ്ങി ഗെയിമിൻ്റെ അകത്ത്. ഞാൻ എപ്പോൾ ഗെയിമിൻ്റെ അകത്ത് കയറിയാലും അപ്പം മഴ പെയ്യും. എനിക്ക് മൈൻക്രാഫ്റ്റ് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ കളിക്കും. ഫാൻ ടോക്കസ് ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ക്രിയേറ്റീവിൽ കളിക്കുന്നതുകൊണ്ട് അവനൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്യൂല. നമ്മൾ സർവൈവൽ കളിച്ചാലേ അത് അറ്റാക്ക് ചെയ്യുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു മന്ത്രം പറയാം, ആ മന്ത്രം നിങ്ങളും ചൊല്ലിക്കോ. ഓം ക്രീം കുട്ടിച്ചാത്ത. ഇപ്പം മഴ പോകും, നോക്കിക്കോ. നമ്മൾ മഴ പോകാനുള്ള മന്ത്രമാണ് ചൊല്ലിയത്. ഫാൻ്റെ എന്തോ 2 എണ്ണം ഉണ്ടായിരുന്നു, ഇത് 3 എണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അപ്പം അതെന്തായാലും അവിടെ കത്തിച്ചാവട്ടെ, അന്നേരം കൊണ്ട് ഞാൻ ബാക്കി പറയാം. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അയൺ ഫാമിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്ര ഐറ്റംസാണ് വേണ്ടത്. നമുക്ക് ആ ഐറ്റംസ് എല്ലാം ഒന്ന് കയ്യിലോട്ട് എടുക്കാം ആദ്യം. മെയിനായിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് വേണം. അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്ക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരെണ്ണം എടുത്താലും മതി. ഞാൻ ഒരു ഡിസൈനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ബിൽഡിംഗ് ബ്ലോക്ക് എടുത്താൽ. പിന്നെ ഗ്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ വാട്ടർ ബക്കറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. നമ്മൾ ഈ അയൺ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ 100 ബ്ലോക്ക് അടുത്തിൽ ഒരു വില്ലേജും ഉണ്ടാകാൻ പാടില്ല, ഒരു ബെഡും ഉണ്ടാകാൻ പാടില്ല. ഇത് ശ്രദ്ധിച്ചില്ലേ നമുക്ക് നേരെ നമ്മുടെ അയൺ ഫാം വർക്കാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 4 ബ്ലോക്ക് ഇതേപോലെ മേലോട്ട് ഇങ്ങനെ വയ്ക്കണം. ഇനി ഇവിടെ നിങ്ങോട്ട് ഒരു 13 ബ്ലോക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതേപോലെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ബ്ലോക്ക് വെച്ച് ഫില്ല് ചെയ്ത് നമ്മളൊരു സ്ക്വയർ പോലെ ആക്കിയെടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചേക്കണ ഞാൻ ഒരു ഡിസൈൻ ബേസ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഒറ്റ ബ്ലോക്കിൽ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ബ്ലോക്ക് ഹൈറ്റിൽ ഒരു വാൾ ഇതിന് ചുറ്റും ഉണ്ടാക്കണം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കൂട് പോലെ കിട്ടും. അപ്പം ഞാനിതിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് വെച്ചാൽ ഞാൻ ഒരു സിമെട്രിക്കിന് വേണ്ടി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ഇതേപോലെ കൊപ്പിൾ സ്റ്റോണോ ഡീപ്പ് സ്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണോ നിങ്ങൾ എടുത്തേക്കുന്നത് അത് പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾ കയ്യിൽ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഈ ബ്ലോക്കിൻ്റെ മണ്ടയിലെല്ലാം ഒന്ന് വാട്ടർ പ്ലേസ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം ഒഴുകി വന്നിട്ട് ഇവിടുത്തെ 2 ബ്ലോക്കിൽ ഒഴുകാതെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ ആ വരുന്ന സൈഡിൽ ഇതേ സ്ഥലത്ത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് 2 എണ്ണം പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒഴുകി ഈ കോർണറിൽ 4 ബ്ലോക്കിൽ വെള്ളം വരാതെ നിൽക്കും. അപ്പോൾ ഈ 4 ബ്ലോക്കിൽ നമ്മൾ പൊട്ടിക്കണം. അപ്പം നമ്മൾ ആ 4 ബ്ലോക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ആദ്യം പില്ലർ ചെയ്ത് പോയ ഒരു 4 പില്ലർ പോലെ വെച്ചില്ലേ, അതിൻ്റെ അടുത്ത് വന്ന് എത്തും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇതേപോലെ ബാക്കി ആ സൈഡ് വരുന്ന ഇതെടുത്ത് ഇതേപോലെ പില്ലർ ചെയ്തതിന് ശേഷം ഇതൊരു കൂട് പോലെ ആക്കിയെടുക്കണം. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് എടുത്ത് ഇവിടെ വച്ച് കൊടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ ബാക്കിലേക്ക് ഹോപ്പർ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ചുമ്മാ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൂട്ട് താഴോട്ട് പോകുന്ന പോലെ ആയിരിക്കും ഇരിക്കണം. ഇതെന്ന് പറയുമ്പോൾ ആ ചെസ്റ്റിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. നമ്മളൊരു ചെറിയ മണ്ടത്തരം കാണിച്ച് ഈ ചെസ്റ്റ് ഇവിടെ അല്ല വയ്ക്കേണ്ട, ഇതിൻ്റെ ഉള്ളിലാണ്.
അപ്പോൾ ഇവിടെ മൊത്തം ഇവിടെ 4 ഹോപ്പറിൻ്റെ ഉപയോഗമേ വരുള്ളൂ. അപ്പോൾ ഇതിന് ചുറ്റും നമുക്കിങ്ങനെ ഗ്ലാസ് വെക്കണം. എന്നിട്ടാണ് ചെസ്റ്റ് വയ്ക്കുക. നമ്മൾ ഈ ഗ്ലാസ് വെക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ചെസ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ അല്ലാത്ത ഏതെങ്കിലും ബിൽഡിംഗ് ബ്ലോക്കാണ് വയ്ക്കണമെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റില്ല. ഗ്ലാസ് ബ്ലോക്ക് വയ്ക്കുമ്പം നമുക്ക് അങ്ങനെ തുറക്കാൻ പറ്റും. ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫാമിൻ്റെ പകുതി പണി തീർത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയും കൂടെ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഈ കൂട് പോലെ ഉണ്ടാക്കിയത് നമ്മുടെ അയൺ ഗോളത്തിൻ്റെ കില്ലിംഗ് ചേമ്പറാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ സൂക്ഷിച്ച് ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ നമ്മുടെ സൈൻ ബോർഡ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ 2 വരുന്ന രീതിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ 2 സൈഡിലും പ്ലേസ് ചെയ്യണം. അപ്പം ഇത് നമ്മളിങ്ങനെ വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മണ്ടയിൽ ഇനി നമ്മൾ വെള്ളമോ ലാവയോ എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് താഴോട്ട് പോവില്ല. അപ്പം നമ്മളിവിടെ ലാവയാണ് ഒഴിക്കണത് അയൺ ഗോളത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ ഒരു സൈഡിൽ ഒഴിച്ചാലും മതി. ഞാൻ വേറൊരു സിമെട്രിക്കിന് വേണ്ടിയിട്ട് 4 സൈഡിൽ ലാവ വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഒറ്റത്തവണ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇതിങ്ങനെ പോകുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ അയൺ ഗോളം എന്താ ഇവിടെ വലിയ സ്പോണായെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഈ സൈൻ ബോർഡാണ് അയൺ ഗോളം എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യും. അപ്പോൾ ഈ അതിൻ്റെ കയ്യിൽ തന്നെ വന്ന് ഞാൻ ഇച്ചിരി പൊങ്ങി നിന്നിട്ടിടാം. അപ്പോൾ ഈ സൈൻ ബോർഡാണ് അയൺ ഗോളം എന്ന് ഇമാജിൻ ചെയ്യുക. അതിങ്ങനെ ഒഴുകി അവിടെ നിന്ന് വന്നിട്ട് ഇത് അവസാനം ഈ ലാവയിൽ പോയി വീഴും. ഓക്കെ, അപ്പോൾ നമ്മുടെ കില്ലിംഗ് ചേമ്പറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു സൈഡ് ചൂസ് ചെയ്യണം. ഇതിലേത് സൈഡ് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ. ഞാൻ ഈ സൈഡാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേ പറ്റുള്ളൂ. നിങ്ങൾ ഒരു കൂടുണ്ടാക്കണം. അപ്പോൾ ഈ കൂടുണ്ടാക്കുന്നതിന് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അങ്ങനെ നമ്മൾ ആ കൂടുണ്ടാക്കി. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലേജറിനെ ഇതിൻ്റെ അകത്ത് കൊണ്ടിടണം. ഇനിയാണ് ഇതിൻ്റെ ടഫസ്റ്റ് പാർട്ട് വരുന്നത്. സർവൈവൽ കളിക്കുന്നവർക്ക്, ക്രിയേറ്റീവ് കളിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ടഫും അല്ല. ഈ എഗ് സ്പോണർ ഉള്ളതുകൊണ്ട് ഇതെടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, വില്ലേജർ സ്പോണാവും. സർവൈവൽ കളിക്കുന്നവർക്ക് ഒരു ടിപ്പ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വില്ലേജറിനെ ഇതിൻ്റെ അകത്ത് ഇടുന്ന സമയത്ത് ഗ്രീൻ കോട്ട് വരികയാണെങ്കിൽ അതിനെ കൊന്നു കളയണം. പിന്നെ കുട്ടി വില്ലേജർ വരികയാണെങ്കിൽ അതിനെയും കൊന്നു കളയണം. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പണിയെടുക്കുന്ന വില്ലേജേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. ഗ്രീൻ കോട്ടെന്ന് പറഞ്ഞാൽ പണിയെടുക്കത്തില്ല. പിന്നെ കുഞ്ഞു വില്ലേജറിനെ കൊന്നു കളയാൻ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു വില്ലേജർ വളർന്നു വരുന്നതിന് തന്നെ കുറേ സമയം പിടിക്കും. അപ്പം തന്നെ അതിനേക്കാളും നല്ലത് നമ്മുടെ അടുത്ത് ഇപ്പോൾ എഗ്ഗ് ഇരിക്കുകയില്ലേ, അപ്പോൾ വലിയ വില്ലേജറിനെ അങ്ങനെ സ്പോൺ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കണം. ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ അടിയിൽ വെള്ളം ഒഴിച്ച ആ ഒരു പാത്രം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളൊരു 3 ബ്ലോക്ക് പില്ലർ ചെയ്യണം. എന്നിട്ട് 3ാമത്തെ ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് വേണം ഈ പ്ലാറ്റ്ഫോം നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കണ സമയത്ത് നമ്മൾ 20 ബെഡ് വയ്ക്കണം. നേരത്തെ തന്നെ വില്ലേജേഴ്സിനെ സ്പോൺ ചെയ്യണ സമയത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മൾ 20 വില്ലേജേഴ്സിനെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ 20 ബെഡും ഇവിടെ വേണം. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു, അതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് ബെഡ് വയ്ക്കുന്നു. ബെഡ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പ്ലാറ്റ്ഫോം നമ്മൾ പൊട്ടിച്ച് കളയണം. ഈ പ്ലാറ്റ്ഫോം നമ്മൾ ബെഡ് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. വില്ലേജസൊക്കെ ഈ ബെഡുമായിട്ട് ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ബെഡ് വെച്ചതിന് ശേഷം ഈ ബ്ലോക്സ് എല്ലാം നമ്മൾ പൊട്ടിച്ച് കളയണം. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ഈ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇവിടെ അയൺ ഗോളം സ്പോൺ ആവില്ല. അയൺ ഗോളം സ്പോൺ ആവണമെങ്കിൽ 3 ബ്ലോക്ക് ഹൈറ്റ് എങ്കിലും വേണം. ഇപ്പോൾ അഥവാ നിങ്ങളിപ്പോൾ ഇത് പൊട്ടിക്കാതെ ഇങ്ങനെ വച്ചിരുന്ന അയൺ ഗോളം ഇവിടെ സ്പോൺ ആവും. പക്ഷേ സ്പോൺ ആവുന്നത് നമ്മളിപ്പോൾ ഈ വാളുണ്ടാക്കിയിരുന്നത് ഈ പൂച്ച കടന്നു വരുന്നത് ഇവിടെ അത് അയൺ ഗോളം സ്പോണായി. ഇതുപോലെ ആയിരിക്കും അയൺ ഗോളം സ്പോൺ ആവുന്നത്. അപ്പം നമുക്ക് ഇവിടെ കില്ലിംഗ് ചേമ്പറിലേക്ക് ഇതിനെ കൊണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ച് വലിയ ഇടേണ്ടി വരും, നമുക്ക് ഡാമേജ് കിട്ടും. ഇപ്പോൾ ക്രിയേറ്റീവ് കളിക്കുന്നവർക്ക് അടിക്കാൻ പറ്റും, സർവൈവലിൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെതാ അവിടെ സ്പോൺ ആയാലും ഇങ്ങനെ തട്ടിയിരിക്കും. അപ്പം നമ്മൾ ഈ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ചാണ്. ഇപ്പോൾ അതാ കണ്ട, ഞാൻ ആ ബ്ലോക്ക് പൊട്ടിച്ചപ്പോൾ അയൺ ഗോളം എന്താ അവിടെ ഇരുന്നത് ഈ ബ്ലോക്കിൽ തട്ടി നിന്നത് ഇപ്പോൾ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒഴുകി പോകുന്നത് ഈ ലാവയിൽ വന്ന് വീഴും. നേരത്തെ ഞാൻ സൈൻ ബോർഡ് ഇട്ട് എക്സാമ്പിൾ എനിക്ക് കാണിച്ചു തന്നില്ല, അതുപോലെ ഒഴുകി വരുന്നത് അടുത്ത അയൺ ഗോളം സ്പോണായി. ഇത് ഇത്തിരി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അയൺ ഫാമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ വാൾ പോലെ
ഉണ്ടാക്കിയാലും പിന്നെ ആ വില്ലേജറിൻ്റെ അവിടെ ഉണ്ടാക്കിയ സച്ചിങ് ടേബിൾ വെച്ചേക്കുന്ന അവിടെ എല്ലാം നമ്മളിതുപോലെ ഗ്രാസ് ബ്ലോക്ക് വെക്കണം. ഇല്ലെങ്കിൽ അയൻകുളം ഇതിൻ്റെ പുറത്തെ സ്പോണാകും. നേരത്തെ ഗായ്സ്, നമുക്ക് ഔട്ട്രോ പറയാൻ ടൈം ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, കേൾക്കാം, അയൺകോളം ഇങ്ങനെ ചാവുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അയൺ ഫാം ഇവിടെ നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു അരമണിക്കൂർ AFK നിന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു സാക്കിന് മേലെ അയൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ വേണോ അതോ ലെറ്റ് പ്ലേ വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി പറയാം. നമ്മൾ എന്തായാലും ലെറ്റ് പ്ലേയുടെ ബാക്കി കണ്ടിന്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ടാറ്റാ.